നിങ്ങൾക്ക് 10 A+ ആണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സയൻസ്, നിങ്ങൾക്കൊരു 5-6 A+ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊമേഴ്സ്, അല്ല 5-ന് താഴെ A+ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹ്യൂമാനിറ്റീസ്. ഈ വീഡിയോ കാണുന്നത് ഇന്നിപ്പോ 10ാം ക്ലാസ്സിന്റെ റിസൾട്ട് വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു കുട്ടികളോ അല്ലെങ്കിൽ അവരുടെ പാരന്റ്സോ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ആദ്യം തന്നെ എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാറ്റ്സ് പറയുകയാണ്. നിങ്ങൾ തോറ്റോ ജയിച്ചോ അല്ലെങ്കിൽ A+ന്റെ എണ്ണം അതൊന്നും ഇവിടെ മാറ്റർ അല്ല. നോർമലി നമ്മൾ ജീവിച്ചിരിപ്പുണ്ടോന്നോ നമുക്കൊരു അസുഖം വന്നെന്നുണ്ടെങ്കിൽ എന്താ അവസ്ഥ എന്ന് പോലും ചോദിക്കാത്ത പല ആൾക്കാരും ഇപ്പൊ നമ്മളെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ടാവും. നിങ്ങൾ എല്ലാവരുടെ ഫോണും ഇങ്ങനെ നിർത്താതെ റിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. വാട്സാപ്പിൽ മെസ്സേജ് ഉണ്ടാവും, റിസൾട്ട് എന്തായി കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട്. നമുക്കൊരു 2 A+ മറ്റുള്ള തൊട്ടടുത്തുള്ള വീട്ടിലെ കുട്ടീനെക്കാട്ടി കുറവാണെന്നുണ്ടെങ്കിൽ കമ്പയറിങ്ങിന്റെ സാധനം. മറ്റുള്ളവർ പറയണത് കേട്ടിട്ട് നിങ്ങൾ ആരും ഒരിക്കലും നിങ്ങളെ സ്വയം ജഡ്ജ് ചെയ്യരുത്. നിങ്ങളുടെ എഫേർട്ട് മതിയായിട്ടില്ലാന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റണില്ലാന്നോ ഒന്നും നിങ്ങൾ ചിന്തിക്കരുത്. ഓരോരുത്തർക്കും പഠിക്കാനുള്ള സ്കില്ല് എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് ആയിരിക്കും. ചിലർ ഒരു പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാവും, ചിലർക്ക് 2-3 തവണ പറയേണ്ടി വരും, ചിലർക്ക് ഒരു 10 തവണ പറയേണ്ടി വരും. പക്ഷെ നിങ്ങൾ ഓരോരുത്തരും ഇടുന്ന എഫേർട്ടും അതേമാതിരി ഡിഫറെന്റ് തന്നെ ആയിരിക്കും. അപ്പം നിങ്ങൾ എത്രത്തോളം എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റൂമിനും അല്ലെങ്കിൽ നിങ്ങളുടെ വാൾസ്, നിങ്ങളുടെ ബുക്സ്, നിങ്ങൾ ഉറക്കമൊഴിച്ച് ഒരുപാട് രാത്രി ഇതിന് മാത്രമേ അറിയുള്ളൂ. ഈ ഒരു എക്സാമിൽ നിങ്ങളെ മാർക്ക് ജസ്റ്റ് കുറഞ്ഞു വിചാരിച്ചിട്ട് നിങ്ങളെ ലൈഫ് ഒന്നും തീർന്നു പോകാൻ പറയില്ല. ആൻഡ് ട്രസ്റ്റ് മീ, ഒരു 5 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ എത്ര A+ ഉണ്ടെന്ന് ഒരാളും ചോദിക്കാനും പോണില്ല. നിങ്ങൾക്ക് 10 A+ ആണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സയൻസ്, നിങ്ങൾക്കൊരു 5-6 A+ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊമേഴ്സ്, അല്ല 5-ന് താഴെ A+ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹ്യൂമാനിറ്റീസ്. ഇങ്ങനെയാണ് നമ്മളെ സൊസൈറ്റി ഓരോ സബ്ജക്റ്റിനെയും ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. തീരെ പഠിക്കാൻ കഴിവില്ലാത്ത അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കുരുത്തക്കടമുള്ള കുട്ടികളൊക്കെയാണ് നമ്മൾ ഹ്യൂമാനിറ്റീസിൽ ഇടേണ്ടതെന്നാണ് പറയുന്നത്. അങ്ങനെ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. നിങ്ങൾക്ക് എന്താവണം ഫ്യൂച്ചറിൽ അതിനനുസരിച്ച് വേണം നിങ്ങൾ +1 ഓരോ സ്ട്രീംസും സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹ്യൂമാനിറ്റീസ് ആണ് നിങ്ങൾ എടുത്തെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്വക്കേറ്റ്സ്, ജേർണലിസ്റ്റ് അങ്ങനെ ഒരുപാട് ഫീൽഡ് ഉണ്ട്. സയൻസ് ആണെങ്കിൽ എഞ്ചിനീയേഴ്സും ഡോക്ടേഴ്സും ഉണ്ട്. കൊമേഴ്സ് ആണെങ്കിൽ ബാങ്കിങ്, അക്കൗണ്ടിങ് അങ്ങനെ ഒരുപാട് ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള സ്കോപ്പും കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾ ഓരോ കോഴ്സും തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ എന്താവണം അല്ലെങ്കിൽ എവിടെ എത്തണം എന്നുള്ളത് നോക്കിയിടോ. അല്ലാതെ മറ്റുള്ളവർ അവൻ അതെടുത്ത് ഇവളിതെടുത്ത് എന്നൊന്നും പറയണത് ആരും പറയണത് കേൾക്കാൻ നിൽക്കണ്ട. കോഴ്സ് അല്ല ഇമ്പോർട്ടൻറ്റ്, നിങ്ങളാണ്. സോ ജസ്റ്റ് ഡു വാട്ട് യു വാണ്ട്.